ഹായ് മക്കളെ, എല്ലാവർക്കും ടെല്ലയുടെ ഓണം സൂപ്പർ ചാർ സീരീസിലേക്ക് സ്വാഗതം. എന്താ നിങ്ങളുടെ ഓണം എക്സാമുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠിത്തങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയോ? അപ്പോൾ നമ്മുടെ ടെല്ല ക്ലാസ്സസ് പുതിയൊരു സീരീസ് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഓണം സൂപ്പർ ചാർജ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലിവിങ് വേൾഡ് ആണ്. അപ്പോൾ ആ ലിവിങ് വേൾഡ് നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രീവിയസ് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, വർക്കൗട്ടും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ വളരെ ബ്രീഫായിട്ട് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നു. അത് പഠിച്ച് പക്കാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബയോഡൈവേഴ്സിറ്റി, അല്ലേ? ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം. അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന ഭൂമിയിൽ പല തരത്തിലുള്ള ജീവനുള്ള ഓർഗാനിസംസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ജീവജാലങ്ങളാൽ സമ്പുഷ്ടമല്ലേ നമ്മുടെ ഈ ഒരു ഭൂമി എന്ന് പറയാ. അപ്പോൾ പല തരത്തിലുള്ള ഓർഗാനിസംസ് നമുക്ക് അവിടെ കാണാൻ പറ്റൂലേ. അപ്പോൾ മക്കളെ, എന്താ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാ? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത്. അതായത് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന പല തരത്തിലുള്ള പല വൈവിധ്യങ്ങളാർന്ന ഓർഗാനിസംസ് ഉണ്ടാവും, ആനിമൽസ് ഉണ്ടാവും, അല്ലെ, പ്ലാന്റ്സ് ഉണ്ടാവും. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാ? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാം. ഓക്കെ ആന്നേ? അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്താ? ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത്. ഓക്കെ ആയേ? അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ ഈ ഒരു എൻസിഇആർടി ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്താ? ഒരു കുഞ്ഞിന്റെ ഒരു ചോദ്യമാണ്. എന്താ നോക്കിയടാ? An organism may have different names in different regions of the country of world. How do scientists solve this problem? അതായത് ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു കുഞ്ഞ് ചോദിക്കുകയാണ്, ഒരു ഓർഗാനിസത്തിന് നമ്മുടെ ഈ പറയുന്ന ലോകത്ത് തന്നെ പല സ്ഥലങ്ങളിൽ പല പേരാണല്ലോ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇതാണ് ഒരു കുഞ്ഞിന് വന്ന ഡൗട്ട്. ക്ലിയർ ആയോ? വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. അതൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ടപ്പിയോക്ക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ഓടി വന്നിട്ടുണ്ടാവുമല്ലോ, നമ്മൾ കഴിക്കുന്ന ടപ്പിയോക്ക, അല്ലേ? അപ്പോൾ ടപ്പിയോക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മരച്ചീനി എന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലരുടെ നാട്ടിൽ അത് എന്തായിരിക്കും, കപ്പ എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെയും നാട്ടിൽ പല രീതിയിലായിരിക്കും ഒരേ ഒരു സാധനം തന്നെ പല പേരിലല്ലേ അറിയപ്പെടുക. ചിലരുടെ നാട്ടിൽ ഇതേ സാധനം ടപ്പിയോക്ക തന്നെ കിഴങ്ങെന്ന് അറിയപ്പെടും. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കിഴങ്ങെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഓർമ്മ വരിക എന്താ? പൊട്ടേറ്റോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പൊട്ടറ്റോയ്ക്കാണോ ടപ്പിയോക്കയ്ക്കാണോ ഇവിടെ ഇങ്ങനെ ഒരു പേര് വന്നേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഒരു ടൈപ്പിന് എന്ത് ചെയ്യുക, പല പേരുകൾ വരുന്നുണ്ട്, അല്ലേ? ഈ പറയുന്ന വേൾഡിൽ പല ലൊക്കാലിറ്റീസിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അതിന് ഒരു പുതിയൊരു മാർഗം കണ്ടുപിടിച്ചു. ആ മാർഗമാണ് മക്കളെ നോമൻക്ലേച്ചർ എന്ന് പറയാം. ചുരുക്കി പറഞ്ഞ പേരിടുക എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അതായത് കോമൺ ആയിട്ടൊരു പേര് ഈ പറയുന്ന ഓരോ ജീവികൾക്കും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസത്തിനും കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, വേൾഡ് വൈഡ് ഇവരെല്ലാവരും ഒരു പേരിൽ അറിയപ്പെടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാണ് ഹോമോസാപ്പിയൻസ്. മക്കളെ, ഹോമോസാപ്പിയൻസ് എന്ന് പറയുമ്പോൾ മിസ് ഉദ്ദേശിച്ചത് എന്താ? ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഈ പറയുന്ന ലോകത്ത് എവിടെ പോയി നിന്ന് ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാലും മിസ് പറയുന്ന ആരെ കുറിച്ചാണ്? അത് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സയന്റിസ്റ്റുകൾ ഈ പറയുന്ന ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പേര് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ ഈ പറയുന്ന ഓർഗാനിസംസിനൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് നെയിം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ലേ മക്കളെ? ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നോമൻക്ലേച്ചർ എന്താണെന്ന് നോക്കി. ദ പ്രോസസ് ഓഫ് സ്റ്റാൻഡർഡൈസിങ് the naming of living organisms such that a particular organism is known by the same name all over the world. അതായത് ലോകം മുഴുവനും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിന് അതേ പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുക. അപ്പോൾ ഞാൻ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞു. ആ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ആര് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കണേ? ഹ്യൂമൻ ബീങ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് എവിടെ ചെന്ന് ഞാൻ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാലും അതിനർത്ഥം എന്ത് തന്നെയാണ്? ഹ്യൂമൻ ബീങ്സ് എന്ന് തന്നെയാണ്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പല പേരുകളാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ ഒരു മാർഗം കൊണ്ടുവന്നു.
ആ മാർഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പേരിടിയിലാണ്. ഓക്കെ, അപ്പൊ നോമൻക്ലേച്ചറിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കണേ. ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ? ദ പ്രോസസ് ഓഫ് സ്റ്റാൻഡർഡൈസിംഗ് ദ നെയിമിംഗ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് such that a particular organism is known by the same name all over the world. ക്ലിയർ ആണേ? അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈ കൺഫ്യൂഷൻ, പേരുകളിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ ഒരു മാർഗം കൊണ്ടുവന്നു. ആ മാർഗത്തിന്റെ പേരെന്താ? നോമൻക്ലേച്ചർ, പേരിടുന്ന പരിപാടി അല്ലേ? അപ്പൊ നോമൻക്ലേച്ചറിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് എന്താ? ഓർഗാനിസംസിന് ഒരേ പേര് തന്നെ എല്ലായിടത്തും എത്തണം അല്ലേ? അതായത് വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേരിൽ തന്നെ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം അറിയപ്പെടണം. അങ്ങനെയുള്ള ആ ഒരു പദ്ധതി, അതിനെ എല്ലാവരും നമ്മൾ എന്തെന്ന് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോമൻക്ലേച്ചർ തന്നെ, ഈ ഒരു പ്രോസസ്സ് തന്നെ പല തരത്തിലുണ്ടായിരുന്നു കേട്ടോ. പലതരത്തിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ട്രൈനോമിയൽ നോമൻക്ലേച്ചർ, പോളിനോമിയൽ നോമൻക്ലേച്ചർ, ഇങ്ങനെ പലതരത്തിലുള്ള നോമൻക്ലേച്ചർ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നോമൻക്ലേച്ചർ സിസ്റ്റം ആയിരുന്നു കരോളസ് ലിനേയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പോൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് നൽകിയിരിക്കുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, നോമൻക്ലേച്ചറിൽ തന്നെ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ട് വന്ന സിസ്റ്റമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അത് കൊണ്ടുവന്ന അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ഓർത്തു വെച്ചിരിക്കുക, അദ്ദേഹമാണ് കരോളസ് ലിനേയസ്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? കരോളസ് ലിനേയസ് ആണ്. മക്കളെ നിങ്ങളൊന്ന് നോക്കിയേടാ, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നല്ലേ ഞാൻ ആ പേര് പറഞ്ഞേ. ബൈ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? രണ്ട്. നോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിംസ് എന്നാണ് അർത്ഥം. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ? പേരിടിയിൽ എന്നല്ലേ. അപ്പോൾ അതായത് ആ ഒരു പേരിടിയിൽ നടക്കുമ്പോൾ അതിനകത്തൊരു പേര് നമ്മൾ കൊടുക്കില്ലേ? ആ ഒരു പേരിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. എത്ര പാർട്സ് ഉണ്ടാവും? രണ്ട് പാർട്സ്. അപ്പൊ രണ്ട് പാർട്സ് വരുന്ന ഒരു പേര്. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു പേരിനെ യൂസ് ചെയ്യുന്ന ഒരു പേരിടിയിൽ, മനസ്സിലാവുന്നോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഓക്കെ, അപ്പൊ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം പ്രപ്പോസ് ചെയ്തത് ആരാ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ആരാണ്? കരോളസ് ലിനേയസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ, ഹൂ പ്രപ്പോസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഹൂ ഡെവലപ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? മക്കളെ ആരാടാ? പറഞ്ഞേ, കരോളസ് ലിനേയസ്. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, കരോളസ് ലിനേയസ് കൊണ്ടുവന്ന നോമൻക്ലേച്ചർ സിസ്റ്റത്തിന്റെ പേര് എഴുതുക. എന്താ പേര്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് മനസ്സിലായി. നമ്മളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പേരിന് എത്ര ഭാഗം ഉണ്ടാവണം? രണ്ട് പാർട്സ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തരാനായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ NCERT ടെക്സ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ അതല്ലെങ്കിൽ ദ്വിനാമീകരണ പദ്ധതി അല്ലെങ്കിൽ ദ്വിനാമകരണ പദ്ധതി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേയധികം നിയമങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ നിയമങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതിൽ മക്കളെ ഒന്നാമത്തെ നിയമം ഇതാണ്: ബയോളജിക്കൽ നെയിംസ് ആർ ഇൻ ലാറ്റിൻ ആൻഡ് ആർ റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. അതായത് ഈ പറയുന്ന ബയോളജിക്കൽ പദങ്ങൾ അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിമുകൾ അതല്ലെങ്കിൽ സയന്റിഫിക് നെയിമുകൾ ഏത് ഭാഷയിലായിരിക്കണം? ലാറ്റിൻ ഭാഷയിലായിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പൊ നോക്കിയേടാ, ബയോളജിക്കൽ നെയിംസ് ആർ ഇൻ ലാറ്റിൻ. അത് ഏത് ഭാഷയിലായിരിക്കണം? ലാറ്റിൻ ഭാഷയിലായിരിക്കണം. അതോടൊപ്പം തന്നെ ദേ ആർ റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. അത് എങ്ങനെ എഴുതുകയും വേണം? ഇറ്റാലിക്സിൽ എഴുതുകയും വേണം. ഓക്കെ, അതിൽ തന്നെ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയും, എഴുതുന്നതിന്റെ കേസ് വരുമ്പോൾ അത് ഒത്തിരി മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത റൂള് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ പോയിന്റിൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് എന്താ? ബയോളജിക്കൽ നെയിംസ് ഏത് ഭാഷയിലായിരിക്കണം? ലാറ്റിൻ ഭാഷയിലായിരിക്കണം. ഓക്കെ ആണേ. അടുത്തത്, the first word in the name indicates the genus while the second name denotes the specific epithet. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബൈനോമിയൽ നോമൻക്ലേച്ചറിനകത്ത് വരുന്ന പേരുകൾക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും
അതിൽ ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ നെയിം, ആ ഒരു പേരിന്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം? ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം. ആ ഒരു ഓർഗാനിസം വരുന്ന ജീനസ് എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പാണ്, നമ്മൾ ഇനി പഠിക്കും. ജീനസ് എന്താ, സ്പീഷീസ് എന്താന്നുള്ളതൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതായത് ആ ഒരു ഓർഗാനിസം വരുന്ന ജീനസിന്റെ പേര് ഏതാണോ അത് വേണം നിങ്ങൾ ആദ്യം അതിന്റെ പേരിന്റെ ആദ്യ ഭാഗമായി കൊടുക്കാൻ. ജീനസ് നെയിം വേണം ആദ്യത്തെ പാർട്ടിൽ കൊടുക്കാൻ. രണ്ടാമത്തെ പാർട്ടിൽ എന്താ കൊടുക്കേണ്ടതെന്ന് അറിയോ? ദ നെയിം ഓഫ് ദ സ്പീഷീസ്, സ്പീഷീസിന്റെ നെയിം, അതല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് കൊടുക്കുക. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ആണ് കേട്ടോ. അതായത് ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, ആ ഒരു പേരിന് രണ്ട് ഭാഗമില്ലേ, അതിൽ ഫസ്റ്റ് പാർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം? ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം. സെക്കൻഡ് പാർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം? സ്പീഷീസ് നെയിം, അതല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് സൂചിപ്പിക്കുന്നതായിരിക്കണം. ക്ലിയർ ആണോ? അതാണ് രണ്ടാമത്തെ നിയമം. ഇനി മൂന്നാമത്തെ നിയമം നോക്കിയേ. വെൻ ദ നെയിം ഈസ് ഹാൻഡ് റിട്ടൺ, അതായത് ഞാൻ ഈ ഒരു സയന്റിഫിക് നെയിം കൈകൊണ്ട് എഴുതുകയാണെന്ന് വിചാരിച്ചേ, കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ ബോത്ത് ദ വേർഡ്സ് ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. അതായത് നമ്മൾ ഈ ഒരു പേര്, ഒരു സയന്റിഫിക് നെയിം എഴുതുകയാണ്, ഒരു ബയോളജിക്കൽ നെയിം ഞാൻ എഴുതുകയാണെങ്കിൽ ആ പറയുന്ന പേരിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, ആ രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? അണ്ടർലൈൻ ചെയ്തിരിക്കണം, അടിവര ഇടണം. ഓക്കെ. വെൻ പ്രിന്റഡ് ദ നെയിം ഈസ് ഇൻ ഇറ്റാലിക്സ്, അതേസമയം ഇത് പ്രിന്റഡ് വെർഷനിലാണെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ പേര് പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഇറ്റാലിക്സിലാക്കുകയും വേണം. കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ ആ സയന്റിഫിക് നെയിമിന്റെ ആ രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. അതേസമയം ഇതേ പേര്, ഈ പറയുന്ന ബയോളജിക്കൽ നെയിം പ്രിന്റഡ് ആണെങ്കിൽ, പ്രിന്റഡ് ഫോമിലോട്ട് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം? ഇറ്റാലിക്സ് ആക്കണം. ഇറ്റാലിക്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ചരിച്ച് എഴുതുന്ന പരിപാടി അല്ലേ? അപ്പൊ ഇറ്റാലിക്സ് ആക്കുകയും വേണം. ഓക്കെ ആണോ? എളുപ്പമുള്ള 3 റൂളുകളാണ്. ദെൻ നാലാമത്തെ റൂൾ എന്ന് നോക്കിയേ. The first letter of the genus name is always written in capital. ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ പാർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നതാ? ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നതാണല്ലേ. അപ്പൊ ജീനസ് നെയിമിന്റെ ആദ്യാക്ഷരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ജീനസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മക്കളെ, അങ്ങനെയാണ് രണ്ടാമത്തെ പാർട്ട്, ആ സയന്റിഫിക് നെയിമിന്റെ രണ്ടാമത്തെ പാർട്ട് എന്തായിരുന്നു? സ്പീഷീസ് നെയിം അല്ലേ. ആ സ്പീഷീസ് നെയിമിന്റെ ആദ്യാക്ഷരം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതായത് സ്പീഷീസ് നെയിം മൊത്തത്തിൽ സ്മോൾ ലെറ്ററിൽ എഴുതുകയോ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജീനസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, സ്പീഷീസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എളുപ്പമുള്ള ഒരു 4 റൂള് നമ്മൾ പറഞ്ഞു. ഇനി ഇത് കൂടാതെ നമ്മുടെ NCERT ടെക്സ്റ്റ് ഒന്നും കൂടെ ഒന്ന് ലൈൻ ബൈ ലൈൻ ആയിട്ട് പരിശോധിച്ചാൽ ഒരു റൂൾ കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഒരു 5ാമത്തെ റൂൾ കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്ന് കൂടെ പറഞ്ഞേക്കാം. The name of the author or the discoverer is mentioned after the specific epithet. അതായത് ഈ പറയുന്ന ആ ഒരു പേര് കണ്ടുപിടിച്ച ഒരാളുണ്ടാവില്ലേ, അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കാര്യം കൂടി ആ ഒരു പേരിന് അവസാനം നമ്മൾ ആഡ് ചെയ്യും. അതായത് ആ കണ്ടുപിടിച്ച ഓതറിന്റെ അല്ലെങ്കിൽ ആ ഡിസ്കവററുടെ പേര് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? വളരെ ഷോർട്ട് ഫോമിൽ ആ സ്പെസിഫിക് എപ്പിത്തറ്റ് അഥവാ സ്പീഷീസ് നെയിമിന്റെ അവസാനം നമ്മൾ കൊടുക്കും. അതും ഷോർട്ട് ഫോമിൽ, ഫുൾ നെയിം ഒന്നും കൊടുക്കുകയില്ല കേട്ടോ. ഇപ്പൊ ലിനേസിന്റെ പേരാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ലിനേസിന്റെ പേരിന്റെ കുറച്ച് ഭാഗം LINN ഡോട്ട് ഞാൻ ഷോർട്ട് ഫോമിൽ കൊടുക്കുകയാണേ. അപ്പൊ ലിൻ ഡോട്ട് എന്ന് എനിക്ക് വേണേൽ അവിടെ കൊടുക്കാം. ഓക്കെ, എവിടെ? അതായത് ആ പേരിന്റെ ഏറ്റവും അവസാനം, സ്പീഷീസിന്റെ ഏറ്റവും അവസാനമായിട്ട് ഓതർ അല്ലെങ്കിൽ ഡിസ്കവററുടെ പേര് ഷോർട്ട് ഫോമിൽ അല്ലെങ്കിൽ അബ്രീവിയേറ്റഡ് ഫോമിൽ കൊടുക്കുക. ഓക്കെ ആണേ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയാ? യൂണിവേഴ്സൽ റൂൾ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന 5 ഇമ്പോർട്ടൻറ്റ് റൂളുകളാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോൾ ഇത്രയും റൂള് പഠിച്ചില്ലേ? അപ്പൊ ഈ പറയുന്ന റൂൾസിനെ ബേസ് ചെയ്ത് നമുക്കൊരു സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ നെയിം എഴുതാൻ പറ്റുമോ നോക്കിയാലോ? നോക്കാം. മക്കളെ, നമുക്ക് എപ്പോഴും അറിയാവുന്ന, മിസ് ഒത്തിരി നേരം കൊണ്ടിരുന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഹ്യൂമൻ ബീങ്സിന്റെ എക്സാമ്പിൾ തന്നെ എടുത്തു വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. മക്കളെ, ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിം എന്താ? കുഞ്ഞു ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിക്കുന്നത്. എന്താ ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിം? ഹോമോസാപ്പിയൻസ് എന്നുള്ളതല്ലേ. അപ്പൊ മിസ് ഇവിടെ ഹോമോസാപ്പിയൻസ് എന്ന് എഴുതാൻ പോവാണേ. ഹോമോ സാപ്പിയൻസ്. ഓക്കെ, മിസ് ഇങ്ങനെ എഴുതി. ഇത് ശരിയാണോ മിസ്? ഇപ്പൊ 5 റൂളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ 5 റൂളുകൾ അനുസരിച്ച് ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറ. മിസ് പറഞ്ഞിരുന്നു ഹോമോസാപ്പിയൻസ് എന്ന് പറയുമ്പോൾ അത് ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിമാണ് അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിമാണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ പാർട്ടില്ലേ ഹോമോ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, അത് അതിന്റെ ജീനസ് നെയിമാണ് കേട്ടോ. സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്പീഷീസ് നെയിമാണ്.
അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് വരുന്ന ജീനസ് ഏതാണ്? ഹോമോ എന്ന രീതിയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഹോമോ സാപ്പിയൻസിലെ ഹോമോ ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നു, സാപ്പിയൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷ്യസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ വേറൊരു കേസ് പറഞ്ഞിരുന്നു, ജീനസ് നെയിമിന്റെ ആദ്യാക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതാണ് ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ് അല്ലെ, എച്ച് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതേസമയം സ്പീഷ്യസ് നെയിമിന്റെ ആദ്യാക്ഷരം ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണോ മിസ് കൊടുത്തേ? അല്ല. സോറി, സ്മോൾ ലെറ്റർ ആണോ മിസ് കൊടുത്തേ? അല്ല, ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തേ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് ശരിയായിട്ട് ആൻസർ ഒന്ന് എഴുതാം. ശരിയായിട്ട് എഴുതാം. അപ്പൊ നമ്മുടെ റൂള് പ്രകാരം ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിമാണ് നമ്മൾ എഴുതാനായിട്ട് പോണത്. അപ്പൊ മക്കളെ നോക്കിയേടാ, ഹ്യൂമൻ ബീങ്സിന്റെ സയന്റിഫിക് നെയിമാണ് ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ റൂള് വെച്ച് പറയുവാണെങ്കിൽ ഈ ഒരു പേര് ആക്ച്വലി ഇറ്റ് ഇസ് എ ലാറ്റിൻ വേർഡ്, ഒരു ലാറ്റിൻ പദമാണ്. ഒന്നാമത്തെ റൂളാണ്. രണ്ടാമത്തെ റൂള് പറയുന്നു പേരിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ പാർട്ട്, ഈ ഒരു പാർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നതാടാ? ഈ ഒരു പാർട്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. എന്തിനെ സൂചിപ്പിക്കുന്നു? ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തെ പാർട്ട്, ഈ ഒരു പാർട്ട് എന്തിനെ സൂചിപ്പിക്കുക? രണ്ടാമത്തെ പാർട്ട് എന്തിനാ സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അറിയാം എന്താ? സ്പീഷ്യസ് നെയിം അഥവാ സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ് അല്ലേ? സ്പീഷ്യസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു കേസ് ഞാൻ പറഞ്ഞിരുന്നു, ഇവ എന്ത് ചെയ്യണം? കൈകൊണ്ടല്ലേ ഞാൻ എഴുതിയേ, പ്രിന്റ് ചെയ്തതല്ലല്ലോ. അപ്പൊ എന്തോ ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? അണ്ടർലൈൻ ചെയ്തിരിക്കണം. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ റൂളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു കണ്ടന്റ് ആണ്. എന്താണ്? ജീനസ് നെയിമിന്റെ ആദ്യാക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ജീനസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ആണോ? ക്യാപിറ്റൽ ലെറ്റർ ആണല്ലോ, ശരിയാണ്. അടുത്ത സ്പീഷ്യസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതും ശരിയാണ്. അപ്പൊ നമുക്ക് എഴുതാം ഇവിടെ അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എന്നുള്ളതും കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഓക്കെ, അപ്പൊ അത് പറയാം. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ക്യാപിറ്റൽ ലെറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ. ഇതോ സ്മോൾ ലെറ്റർ അല്ലേ? സ്മോൾ ലെറ്റർ. ക്ലിയർ ആണേ? ഇനി ഇതാണ്ട് ഞാൻ ഇവിടെ എന്തും കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അണ്ടർലൈൻ ചെയ്തു ഞാൻ ഇവിടെ കാണിച്ചേക്കാം. അണ്ടർലൈൻഡ്. ഒറ്റയ്ക്ക് ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്താണോ? അല്ല, സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ ഞാൻ കൊടുക്കണു സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. വേർഡ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞു. പിന്നെ അതിന്റെ 2 പാർട്ടായിട്ട് എഴുതി. ജീനസ് നെയിമിനെ സൂചിപ്പിച്ചു, സ്പീഷ്യസ് നെയിമിനെ സൂചിപ്പിച്ചു. പിന്നെ എന്താ ചെയ്തത്? ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതാനുള്ളടത്തല്ലേ, അപ്പൊ അത് എഴുതിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മക്കളെ, ഇനി അവസാന ഒരു റൂൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവസാനം പറഞ്ഞ റൂൾ എന്താ? ഓതറിന്റെ നെയിം അല്ലെങ്കിൽ ഡിസ്കവററുടെ നെയിം എന്തോ ചെയ്യണം? ഷോർട്ട് ഫോമിൽ ഈ സ്പീഷ്യസ് നെയിമിന്റെ അവസാനം കൊടുക്കണം. അപ്പൊ ഞാൻ കൊടുത്തേക്കാം. ഇത് ലിനേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി ആയതുകൊണ്ട് ലിൻ ഡോട്ട്. ഓക്കെ, ഷോർട്ട് ഫോമിൽ കൊടുത്തു. മക്കൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്തുവാന്ന് ചോദിച്ചാൽ, ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന പേരിനെ അണ്ടർലൈൻ ചെയ്യരുത്. ആ ഓതറിന്റെ നെയിമിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ ഇട്ടേക്കണം. അതൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുക, ഈ പറയുന്ന യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ക്ലിയർ ആണോ? ഇത് വളരെ വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ ഇതുപോലെ തന്നെ വേറൊരു നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. നമുക്കറിയാം മാംഗോ. മക്കളെ, മാംഗോയുടെ സയന്റിഫിക് നെയിം ആണ് മാഞ്ചിഫെറ. മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക. ഓക്കെ, അപ്പൊ നമ്മൾ റൂള് പ്രകാരം ഞാൻ ഇതിങ്ങനെ എഴുതുകയാണേ, റൂള് പ്രകാരം. അപ്പൊ നോക്കിയേ, എല്ലാം ശരിയാണോന്ന്? മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മാംഗോയുടെ സയന്റിഫിക് നെയിം ആണ്. ജീനസ് നെയിം ഞാൻ എഴുതി മാഞ്ചിഫെറ, സ്പീഷ്യസ് നെയിം ഞാൻ എഴുതി ഇൻഡിക്ക, ഓതറിനെ ഞാൻ അവസാനം എന്ത് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ഫോമിൽ കൊടുത്തിട്ടുണ്ട്. കൈകൊണ്ട് എഴുതിക്കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ജീനസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷ്യസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആണ്. പിന്നെ ഈ ഒരു വേർഡ് എന്ത് ചെയ്തേക്കാണ്? ഇതൊരു ലാറ്റിൻ പദമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ശരി. അടുത്തത്, അപ്പൊ നമ്മൾ നോമൻക്ലേച്ചർ പഠിച്ചു വെച്ചിരിക്കുക അല്ലേ?
അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താന്ന് നോക്കിയടാ. Nomenclature or naming is only possible when the organism is described correctly and we know to what organism the name is attached to. This is identification. അതായത് നമുക്ക് നോമിൻക്ലേച്ചർ, ഒരാൾക്ക് പേരിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിടിയിൽ പോസിബിൾ ആവുന്നത് എപ്പോൾ മാത്രമാണ്? ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ഞാൻ കൃത്യമായ രീതിയിൽ വിശദീകരിക്കണം. ഇത് ഇന്ന ഓർഗാനിസം ആണ് എന്ന് ഞാൻ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? വിശദീകരിക്കണം, ഡിസ്ക്രൈബ് ചെയ്യണം. കൃത്യമാർന്ന രീതിയിൽ അതിനെ ഞാൻ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യണം. ആൻഡ് വി നോട്ട് ടു വാട്ട് ഓർഗാനിസം ദി നെയിം അറ്റാച്ച്ഡ്. എങ്കിൽ മാത്രമല്ലേ എനിക്ക് ആ പേര് ഏത് ജീവിക്ക് കൊടുക്കണം എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ആ ഒരു ജീവിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാം. ആ ജീവിക്ക് ധാരാളം തൂവലുകളുണ്ട്, അതിന് ചിറകുണ്ട്, അതിന് പറക്കാൻ പറ്റും, അതിന് ഈ പറയുന്ന പോലെ ബീക്കുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പെർട്ടിക്കുലർ ജീവിയെക്കുറിച്ചുള്ള ക്യാരക്ടേഴ്സ് എല്ലാം എത്തി. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, മിസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാ? ഒരു ബേർഡിനെ കുറിച്ചല്ലേ, പക്ഷിയെക്കുറിച്ചല്ലേ മിസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ബേർഡിലേക്ക് എത്തിച്ചത് എന്താ? എൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലേ, ഞാനത് വിശദീകരിച്ചതല്ലേ. അതാ ഇവിടെ പറയണേ, നമ്മളൊരു കോണ്ടന്റിനെ വിശദീകരിച്ചു അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൃത്യമാർന്ന രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിസത്തിന് പേരിടാൻ പറ്റത്തുള്ളൂ അല്ലേ? പേരിട്ടെങ്കിൽ മാത്രമേ എനിക്കിത് അല്ലെങ്കിൽ കൃത്യമാർന്ന രീതിയിൽ എനിക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ പുതിയൊരു ടേം വരുന്നുണ്ട്, ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. Nomenclature or naming is only possible when the organism is described correctly. അതായത് നമ്മൾ ഈ പറയുന്ന പേരിടിയിൽ എന്ന് പറയുന്ന സംഭവം നടക്കണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ കൃത്യമാർന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യണം? വിശദീകരിക്കണം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ആൻഡ് വി നോ ടു വാട്ട് ഓർഗാനിസം ദ നെയിം ഈസ് അറ്റാച്ച്ഡ്. എങ്കിൽ മാത്രമേ എനിക്ക് ആ പേര് ഏത് ഓർഗാനിസത്തിന് കൊടുക്കണമെന്ന് അറിയാൻ പറ്റൂ. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇപ്പം ഞാൻ ബേർഡ് എന്നൊരു പേര് ഒരു ഗ്രൂപ്പിന് കൊടുക്കണമെങ്കിൽ എനിക്കത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? അവരെ ഐഡന്റിഫൈ ചെയ്യണം, അവരെ എനിക്ക് മനസ്സിലാവണം, പ്രോപ്പറായിട്ട് അവരെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം, ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? അതാ ഇവിടെ പറയുന്ന നോമിൻക്ലേച്ചർ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ചെയ്യണമെങ്കിൽ, ആ ഒരു പ്രോസസ്സ് എനിക്ക് ചെയ്യണമെങ്കിൽ ആ ഓർഗാനിസത്തിനെ ഞാൻ വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാം ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ഞാൻ കൃത്യമാർന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ നോമിൻക്ലേച്ചറിനെ കുറിച്ച് പറഞ്ഞു, ബൈനോമിയൽ നോമിൻക്ലേച്ചറിൻ്റെ റൂളുകളെ കുറിച്ച് പറഞ്ഞു, ഐഡന്റിഫിക്കേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മക്കളെ, ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ലോകത്തുള്ള എല്ലാ ഓർഗാനിസത്തിനെയും തോന്നിയപടിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പേരൊന്നും ഇടാൻ പറ്റത്തില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്ലാന്റ്സിന് പേര് കൊടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഓക്കെ, അത് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ തന്നെ ഉണ്ടെന്ന് വേണേൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് പറയാം ആനിമൽസിന് പേര് കൊടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റൂൾസും അത് പറയുന്ന ഒരു ഓർഗനൈസേഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 ടേംസ് ആണ് കേട്ടോ നമ്മളിവിടെ പറയണത്, ICBN ആൻഡ് ICZN. അതായത് പ്ലാന്റുകൾക്ക് പേര് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന റൂൾസുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. പ്ലാന്റ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്നതാണ് ഏതെന്ന് പറയാ? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ICBN ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാ? പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ? പ്ലാന്റ്സിന് പേര് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നതാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. അപ്പൊ ആനിമൽസിന് പേര് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് ഒക്കെ പറയുന്നത് ഏതായിരിക്കും? ICZN ആണ്. ICZN എന്ന് പറയുമ്പോൾ ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഈ ഒരു 4 ഓഫ് ഇങ്ങനെ ഒരു കേസ് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു പോവാം. നമ്മൾ NCERT ടെക്സ്റ്റ് എന്തുവാണോ പറയുന്നത് അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യം എന്താ പറഞ്ഞത്? ICBN എന്ന് പറഞ്ഞ പ്ലാന്റ്സിന് പേര് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ് ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ICZN എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. പേര് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ സൂവിൽ പോണത് ആരെ കാണാനാടാ? സൂവിൽ പോണത് നമ്മൾ ആനിമൽസിനെ കാണാനാണ് അല്ലേ? അപ്പൊ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ? പ്ലാന്റ്സ് അല്ലേ ഉള്ളേ. അപ്പൊ അത് വെച്ച് നമുക്ക് അത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ICBN ഇമ്പോർട്ടൻ്റ് ആണ്, ICZN ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഫുൾ ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടേം ആണ് ടാക്സോണമി. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടേം ആണ് ടാക്സോണമി. അപ്പോൾ എന്താ ടാക്സോണമി എന്ന് നോക്കാം.
based on characteristics, all living organisms can be classified into different taxa. അതായത് ഈ പറയുന്ന ജീവജാലങ്ങളുടെ ക്യാരക്ടേഴ്സ്, സവിശേഷതകൾ, അവരുടെ ഓരോ ഫീച്ചേഴ്സ് അതിനനുസൃതമായിട്ട് ഈ പറയുന്ന ജീവജാലങ്ങളെ പല പല ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ പല പല തലങ്ങളായിട്ട് അതും അല്ലെങ്കിൽ പല പല തട്ടുകളായിട്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ദ സയന്റിഫിക് ടേം ഓഫ് കാറ്റഗറീസ് ഈസ് കോൾഡ് ടാക്സ. അപ്പോൾ പല പല തട്ടുകളായിട്ട് അല്ലെങ്കിൽ പല പല കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പറയുന്ന ഓരോ കാറ്റഗറിക്കും നമ്മൾ സയന്റിഫിക് ആയിട്ട് വിളിക്കുന്ന പേരാണ് ടാക്സ എന്ന് പറയാം. ഈ പറയുന്ന ജീവജാലങ്ങളെ പല പല തട്ടുകളായിട്ട് അല്ലെങ്കിൽ പല പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ കാറ്റഗറീസിന്റെ തന്നെ സയന്റിഫിക് നെയിം ആണ്, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് പറയുന്ന ടേം, സയന്റിഫിക് നെയിം അല്ല, സയന്റിഫിക് ടേം ആണ് എന്തെന്ന് പറയാ, ടാക്സ എന്ന് പറയാം. അപ്പോൾ മിസ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ടാക്സോണമിയെ കുറിച്ചാണ്. അപ്പോൾ എന്താ മക്കളെ ടാക്സോണമി? ടാക്സോണമി എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദിസ് ടാക്സ, അല്ലെങ്കിൽ ടാക്സയെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓർഗാനിസംസിനെ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് ജീവജാലങ്ങളെ പല പല തട്ടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അറേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ പല പല ഗ്രൂപ്പുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാണ്. ഓക്കെ, ആ ഗ്രൂപ്പ് ദാറ്റ് ഈസ് കാറ്റഗറീസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഈ കാറ്റഗറീനെ തന്നെ വിളിക്കുന്ന സയന്റിഫിക് ടേം ആണ് ടാക്സ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് ഇവരെ നമ്മൾ ഇങ്ങനെ തരം തിരിച്ചു വെച്ചില്ലേ, കാറ്റഗറീസ് ആക്കി വെച്ചില്ലേ. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ along with the structure of cell development process and ecological information of organisms are essential and form the basis of modern taxonomic studies. അപ്പോൾ ഈ പറയുന്ന പുതിയ ടാക്സോണമിക് സ്റ്റഡീസിന്റെ ഒരു ബേസ് ആയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ടാക്സോണമിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്, മോഡേൺ ടാക്സോണമിക്കൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് നൽകിയത്. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ. അതായത് ഇപ്പോൾ നമ്മളൊരു ജീവിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവരുടെ എക്സ്റ്റേണൽ സ്ട്രക്ചർ മാത്രമല്ല, അവരുടെ ഇന്റേണൽ സ്ട്രക്ചർ, ദാറ്റ് ഇസ് മോർഫോളജിയോടൊപ്പം തന്നെ എന്തും നമ്മൾ പഠിക്കുന്നു, അവരുടെ അനാട്ടമിയും നമ്മൾ ഡിസ്കസ് ചെയ്യണം. എലോങ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് സെൽ, സെല്ലിന്റെ സ്ട്രക്ചർ പഠിക്കുന്നു, ഡെവലപ്മെന്റൽ പ്രോസസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നു, ആ ഓർഗാനിസവുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഇക്കോളജിക്കൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ എവിടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, ടാക്സോണമി എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പല പല കാറ്റഗറീസ് ആയിട്ട് ഓർഗാനിസംസിന്റെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് പല പല കാറ്റഗറീസ് ആയിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ഓക്കെ, അതിൽ വരുന്ന ഓരോ കാറ്റഗറിയും വിളിക്കുന്ന സയന്റിഫിക് ടേം ആണ് ടാക്സ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ടാക്സ എന്താണെന്ന് പഠിക്കണം. സയന്റിഫിക് ടേം ഓഫ് കാറ്റഗറി ഈസ് കോൾഡ് ടാക്സ. ഓക്കെ, ഇനി ടാക്സോണമിയുമായി ബന്ധപ്പെടുത്തി വരുന്ന പ്രോസസ്സുകൾ എന്തെല്ലാം, അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തെല്ലാം. ടാക്സോണമി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ തന്നെ കുറേയധികം പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് പഠിക്കണേ. എന്തൊക്കെയാണെന്ന് നോക്കി. ക്യാരക്ടറൈസേഷൻ. എന്താണ്? ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ are the processes that are basic to taxonomy. ടാക്സോണമിയുമായി ബന്ധപ്പെടുത്തി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പ്രോസസ്സുകൾ ഉണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തേത് ക്യാരക്ടറൈസേഷൻ, രണ്ടാമത്തേത് ഐഡന്റിഫിക്കേഷൻ, മൂന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ, നാലാമത്തേത് നോമൻക്ലേച്ചർ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ കുറിച്ച് എനിക്ക് പഠിക്കണമെങ്കിൽ ആദ്യം അവരുടെ സവിശേഷതകൾ അറിയണം, അല്ല അവരുടെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കണം. ഇപ്പൊ ക്യാരക്ടറൈസേഷൻ, ആ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് വേറെ ജീവികളൊക്കെ വരുമോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് ഏതൊക്കെ ജീവികളാണ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഐഡന്റിഫൈ ഇല്ലേ. അപ്പോൾ അതാണ് ഐഡന്റിഫിക്കേഷൻ. ആ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഇതിനകത്ത് വരും, ഇവരെല്ലാം ഒരു ഗ്രൂപ്പാ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഗ്രൂപ്പിംഗ് നടത്തിയാൽ അത് എന്താടാ, ക്ലാസിഫിക്കേഷൻ അല്ലേ. അത് ഞാനപ്പോൾ എന്ത് ചെയ്തു, അവരെ കുറിച്ച് മനസ്സിലാക്കി, ക്യാരക്ടറൈസേഷൻ ചെയ്തു. ആ ക്യാരക്ടറൈസ് ചെയ്തപ്പോൾ ഈ ക്യാരക്ടർ ഉള്ളവരെല്ലാം എനിക്ക് എന്താ ഇന്ന് ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം, പറക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, പറക്കുന്ന ജീവികളെല്ലാം ഞാൻ ഐഡന്റിഫൈ ചെയ്യില്ലേ, ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തല്ലേ ഞാൻ ഐഡന്റിഫൈ ചെയ്തേ. അപ്പോൾ രണ്ടാമത് ഐഡന്റിഫൈ ചെയ്തു. മൂന്നാമത് എന്തായിരിക്കും, ഈ പറയുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ് വരും, മറ്റൊരു എഴയുന്നവർ വേറൊരു ഗ്രൂപ്പിൽ, പറക്കുന്നവർ ഒരു ഗ്രൂപ്പിൽ, നീന്തുന്നവർ വേറെ. മനസ്സിലാവുന്നു? അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, പല പല ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ, ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്ത് വെച്ച് ഈ ഗ്രൂപ്പിനൊരു പേര് കൊടുക്കത്തില്ലയോ, അതായിരിക്കും നോമൻക്ലേച്ചർ. അപ്പോൾ ടാക്സോണമിയിലെ പ്രധാനപ്പെട്ട ഒരു 4 പ്രോസസ്സുകളുണ്ട്. എന്തൊക്കെയാ? ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ.
ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ടാക്സോണമിയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടേം ആണ് സിസ്റ്റമാറ്റിക്സ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് നൽകിയിരിക്കുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ടേം ആണ് സിസ്റ്റമാറ്റിക്സ്. പൊതുവേ കുഞ്ഞുങ്ങൾ ഈ 2 പേരും തൊട്ട് മുമ്പ് പഠിച്ച ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സും തങ്ങളിൽ മിസ് ചെയ്തങ്ങ് മറന്നു പോകണു, അല്ലെങ്കിൽ ഇത് തങ്ങൾ തിരിഞ്ഞു പോകണു എന്നൊക്കെ പറയാറുണ്ട്. സംഭവം സിമ്പിളാണ്. ആ ഒരു കോൺസെപ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് തിരിഞ്ഞു പോണത്. ഓക്കെ, അപ്പോൾ ടാക്സോണമി എന്താണെന്ന് മനസ്സിലായി. ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് ജീവികളെ തരംതിരിച്ചു വെക്കുന്ന പ്രോസസ്സാണ് ടാക്സോണമി. അതിൽ ആ ഓരോ കാറ്റഗറിയെയും നമ്മൾ വിളിക്കുന്ന സയന്റിഫിക് ടേം ആണ് ടാക്സ. ഈ ടാക്സോണമിയിൽ വരുന്ന 4 സ്റ്റെപ്പും നമ്മൾ പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് നോക്കിയേ. ദ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതായത് ഈ പറയുന്ന ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിനോടൊപ്പം തന്നെ അവയുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ആ ജീവജാലങ്ങൾ തങ്ങളിലുള്ള എന്തെങ്കിലും പൂർവികരുമായിട്ടുള്ള ബന്ധം, അതാണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ചും കൂടി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഡൈവേഴ്സിറ്റി എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താടാ, ടാക്സോണമിയാണ്. ഓക്കെ, അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ ഓർഗാനിസത്തിനെ കുറിച്ച്, അത് തന്നെയാണ്. അപ്പോൾ ടാക്സോണമിയോടൊപ്പം തന്നെ നമ്മൾ എന്തോടെ അഡീഷണൽ ആയിട്ട് പഠിച്ചു, ജീവജാലങ്ങളുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ചും കൂടി പഠിച്ചു. അപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ടാക്സോണമി പ്ലസ് എന്താണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ദ ഓർഗാനിസം. ടാക്സോണമിയോടൊപ്പം തന്നെ ഞാൻ എന്തോടെ ചേർത്ത് പഠിച്ചതാണ്, ഒരു ജീവജാലത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ അവരുടെ പൂർവികരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരിണാമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയാ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, ദ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ആസ് വാട്ട്, സിസ്റ്റമാറ്റിക്സ്. ക്ലിയർ ആയോ? നമുക്ക് പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ആസ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല, ശരിയാണ്. ഓക്കെ, ദെൻ the word systematics is derived from the Latin word systema. ലാറ്റിൻ പദമായ സിസ്റ്റമ എന്ന വാക്കിൽ നിന്നുമാണ് ഏത് വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്, സിസ്റ്റമാറ്റിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ലാറ്റിൻ പദമായ സിസ്റ്റമ എന്ന വാക്കിൽ നിന്നുമാണ് സിസ്റ്റമാറ്റിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. ലാറ്റിൻ വേർഡായ സിസ്റ്റമയുടെ അർത്ഥം ഇതാണ്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസംസിനെ വളരെ കൃത്യമാർന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് സിസ്റ്റമ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? അപ്പൊ സിസ്റ്റമ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താ, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം. അപ്പൊ ഈ പറയുന്ന സിസ്റ്റമ എന്ന വാക്കിൽ നിന്നുമാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് വന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കുക. ലിനേയസ് യൂസ്ഡ് സിസ്റ്റമ നാച്ചുറി ആസ് ദ ടൈറ്റിൽ ഓഫ് ഹിസ് പബ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ ബൈനോമിയൽ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെടുത്തിയിട്ട് കോളിനേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയാ, സിസ്റ്റമ നാച്ചുറ എന്ന് പറയുന്ന ആ ഒരു പബ്ലിക്കേഷൻ ബുക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു പബ്ലിക്കേഷന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു, സിസ്റ്റമ നാച്ചുറേ അല്ലേ? അപ്പൊ അതിൽ ഏത് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക്സ് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ജസ്റ്റ് അതൊന്ന് ഓർത്തു വെച്ചു കേൾക്കുക. അതായത് സിസ്റ്റമ നാച്ചുറ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിസ്റ്റമ എന്ന ലാറ്റിൻ വേർഡ് അവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ സിസ്റ്റമ നാച്ചുറ ആരുടെ പബ്ലിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ആരുടെ പബ്ലിക്കേഷൻ ആണ്? ലിനേയസിന്റെ. അപ്പൊ സിസ്റ്റമ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഏതൊക്കെ ടോപ്പിക് പഠിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോണേ. നമ്മൾ പഠിച്ചത് ബയോഡൈവേഴ്സിറ്റി, അത് കഴിഞ്ഞ് നമ്മൾ നോമൻക്ലേച്ചർ എന്താണെന്ന് പറഞ്ഞു, യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പറഞ്ഞു, ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത കോളിനേസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അതിനുശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത്, ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു, ICBN, ICZനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ടാക്സോണമിയും സിസ്റ്റമാറ്റിക്സും പറഞ്ഞു. ക്ലിയർ അല്ലേ? ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇതുവരെയും പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മുടെ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയാം. ടാക്സോണമിക് കാറ്റഗറീസ് അപ്പോൾ എന്താണെന്ന് നോക്കാം. ടാക്സോണമിക് കാറ്റഗറീസ് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നേരത്തെ ടാക്സോണമി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് ജീവജാലങ്ങളെ പല പല തലങ്ങളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ആ ഓരോ ഓരോ കാറ്റഗറീസിനെയും നമുക്ക് എന്ത് വിളിക്കാം, ടാക്സ എന്ന് വിളിക്കാം എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തില്ല. അത് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയണം. നോക്കി, ക്ലാസിഫിക്കേഷൻ ഇസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, വർഗീകരിക്കുക എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ് ആണോ? അല്ല, സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ല.
ഇറ്റ് ഇൻവോൾവ്സ് ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ്. അവിടെ എന്താണ്, ഒരുപാട് സ്റ്റെപ്പുകൾ, ഒരുപാട് തലങ്ങൾ അവിടെ വരുന്നുണ്ട്, പല പല സ്റ്റെപ്പുകൾ അവിടെ വരുന്നുണ്ട് അല്ലേ, ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്സ് അവിടെ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഒറ്റ സ്റ്റെപ്പിൽ ഒതുങ്ങുന്നതല്ല ക്ലാസിഫിക്കേഷൻ, അവിടെ ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് വരുന്നുണ്ട്. ഇൻ വിച്ച് ഈച്ച് സ്റ്റെപ്പ് റെപ്രസെന്റ്സ് എ റാങ്ക് ഓർ കാറ്റഗറി. അതിൽ ആ ഓരോ സ്റ്റെപ്പിനെയും, ജീവജാലങ്ങളെ ഞാൻ പറഞ്ഞു ഓരോ തട്ടുകളായിട്ട് തിരിക്കാന്ന് പറഞ്ഞു, അതിൽ ഓരോ തട്ടുകളെയും എനിക്ക് റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ജീവജാലങ്ങളെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തല്ലേടാ ക്ലാസിഫൈ ചെയ്യണേ. അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇവര് പല പല തട്ടുകളായിട്ടല്ലേ തിരിക്കുക. ആ ഓരോ തട്ടുകളെയും എനിക്ക് എന്ത് വിളിക്കാം, കാറ്റഗറി എന്ന് വിളിക്കാം, റാങ്ക് എന്ന് വിളിക്കാം. ഇതിന്റെ സയന്റിഫിക് ടേം ആണ് കേട്ടോ ടാക്സോൺ അല്ലെങ്കിൽ ടാക്സാ എന്ന് പറയാം. അവിടെ പറയുന്നുണ്ട് നോക്കി, സിൻസ് ദ കാറ്റഗറി ഈസ് എ പാർട്ട് ഓഫ് ഓവറോൾ ടാക്സോണമിക് അറേഞ്ച്മെന്റ് ഇറ്റ് ഈസ് കോൾഡ് ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പൊ എന്ത് ചെയ്യുക, അപ്പൊ ഈ പറയുന്ന ഈ ഒരു ടാക്സോണമിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയാ, ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയാ. അവരെ കൃത്യമാർന്ന രീതിയിൽ ഇവിടെ എന്ത് ചെയ്ത് വെച്ചേക്കാണ്, അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. All categories together constitute the taxonomic hierarchy. ഇങ്ങനെ പല പല കാറ്റഗറീസ് ടാക്സോണമിയിൽ നമ്മൾ ഇങ്ങനെ പല പല കാറ്റഗറീസ് അറേഞ്ച് ചെയ്ത് കൃത്യമാർന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഗ്രഡേഷൻ അനുസരിച്ച്. ചിലപ്പം വലുതിൽ നിന്ന് ചെറുതിലോട്ട് അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മളൊരു ഗ്രഡേഷൻ അനുസരിച്ച് ഈ പറയുന്ന കാറ്റഗറീസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാ, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയാം. അപ്പൊ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ കാറ്റഗറീസും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്ന ഒരു ടാക്സോണമിക് ഹൈറാർക്കി. കാറ്റഗറീസ് ചേരുന്നതാണ് മക്കളെ എന്തെന്ന് പറയാ, ടാക്സോണമിക് ഹൈറാർക്കി. അതൊരു ഗ്രഡേഷൻ അനുസരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്കാകാം അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാകാം ടാക്സോണമിക് കാറ്റഗറീസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയാ, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കുക. ഈച്ച് കാറ്റഗറി റെഫേർഡ് ടു ആസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, അതാണ് ടാക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, മറക്കല്ലേ, അത് ചോദ്യം വന്നിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിന്. അപ്പൊ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്നതാണ് ടാക്സോൺ, അതിന്റെ പ്ലൂറൽ ഫോം ആണ് ടാക്സ. ഓക്കെ, മറക്കല്ലേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ടാക്സോണമിക് ഹൈറാർക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണപ്പെടുന്ന കാറ്റഗറീസ് ചിലപ്പോൾ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടെ ഇട്ടൊന്ന് നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാമെന്നറിയോ, ഒരു ടാക്സോണമിക് ഹൈറാർക്കി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു 7 കാറ്റഗറീസ് കാണാം. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്ന ടാക്സോണമിക് ഹൈറാർക്കിക്കകത്തുള്ള കാറ്റഗറീസ് എത്ര എണ്ണം പഠിക്കാനുണ്ട്, 7 എണ്ണം പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7 എണ്ണം എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസ് തൊട്ട് ഏറ്റവും വലുത്, അങ്ങനെ നമുക്ക് പോയിട്ട് സ്മോളർ ടു ഹയർ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ പഠിച്ചു പോണത്. അപ്പൊ ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഏറ്റവും ചെറിയ കാറ്റഗറി ഏതാണ്, സ്പീഷീസ് ആണ്. ഏറ്റവും വലിയ കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ കാറ്റഗറി ഏതാണ്, സ്പീഷീസ് ആണ്. ഏറ്റവും വലിയ കാറ്റഗറി ഏതാണ്, കിങ്ഡം ആണ്. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുക, ഇവിടെ നിങ്ങൾക്ക് 7 കാറ്റഗറീസ് കാണാം. അതൊന്ന് വായിക്കാം ഞാൻ. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഏറ്റവും ചെറുതാരാണ്, സ്പീഷീസ് ആണ്. ഏറ്റവും വലുതാരാണ്, കിങ്ഡം ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ഓർഡറിലാണ്, ചെറുതിൽ നിന്നും വലുതിലോട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഓർഡറാടാ, അസെൻഡിങ് ഓർഡറിലല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേക്കുന്നത്, ടാക്സോണമിക് കാറ്റഗറീസ് ഷോയിങ് ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് കാറ്റഗറീസിനെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്തേക്കാം, ഇവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുക. നമുക്കറിയാം ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ കാറ്റഗറീസ് എല്ലാം മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഇവിടെ ചെറുതിൽ നിന്നും വലുതിലോട്ട്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു, ഫ്രം സ്പീഷീസ് ടു കിങ്ഡം, സ്പീഷീസിൽ നിന്നും കിങ്ഡത്തിലേക്ക്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 7 കാറ്റഗറീസ് ഇവിടെ ഇപ്പം നിങ്ങൾ കേട്ടു, പേര് പഠിച്ചു. ഏതൊക്കെയാ ഒന്നുകൂടെ പറയാം, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം അല്ലേ. അപ്പൊ ഈ 7 എണ്ണം ഇപ്പൊ നിങ്ങളിപ്പോ കേട്ടല്ലോ ഈ കാറ്റഗറീസ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മക്കളെ ഇതിനെ നിങ്ങൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ വലുതിൽ നിന്നും ചെറുതിലോട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, ഇത് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, ആരോ ഒന്ന് തിരിച്ചിട്ടാൽ മതി അല്ലേ. അപ്പൊ നമുക്കൊന്ന് എഴുതിയാലോ, ഡിസെൻഡിങ് ഓർഡറിലാവുമ്പോൾ കിങ്ഡം, കിങ്ഡം, താഴേക്ക് വേണേ ആരോ, ഫൈലം ഓർ ഡിവിഷൻ, ഫൈലം
ഓർ ഡിവിഷൻ. പിന്നെ ഏത് വരും? അത് കഴിഞ്ഞ് ക്ലാസ്, അത് കഴിഞ്ഞ് ഓർഡർ, അത് കഴിഞ്ഞ് ഫാമിലി, പിന്നെ ജീനസ്, പിന്നെ ഏത് വരും? സ്പീഷ്യസ്. അല്ലേ? അപ്പൊ വലുതിൽ നിന്നും ചെറുതിലേക്ക് ആയതുകൊണ്ട് ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് ആരോ ഇട്ടത്. അപ്പൊ അത് ജസ്റ്റ് അതിനൊരു ഹെഡിങ്ങും കൂടെ കൊടുത്തേക്കാം. ഇത് ഏത് ഓർഡർ? ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഏത് ഓർഡർ ആണ്? ഡിസെൻഡിങ് ഓർഡർ ആണ്. ഡിസെൻഡിങ് ഓർഡർ. നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഈ സ്ലൈഡിൽ നൽകിയിരുന്നത് അസെൻഡിങ് ഓർഡറിലുള്ള റെപ്രസെന്റേഷൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഓരോ കാറ്റഗറീസും എന്താണെന്നും അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അബ്രിവിയേഷൻ ഫോം കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കടാ. അബ്രിവിയേഷൻ ഫോം ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക, KPC ഓഫ് GS എന്ന് ഓർത്ത് വെച്ചേക്കുക. അതാവുമ്പോൾ നിങ്ങൾ മറക്കില്ല. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ കാറ്റഗറിയിലെയും ആദ്യ അക്ഷരം വെച്ചിട്ടാണ് ഈ ഒരു അബ്രിവിയേറ്റഡ് ഫോം കൊടുത്തേക്കുന്നത്. അപ്പം നോക്കിയേ, K എന്താ? കിങ്ഡം, P ഫൈലം, അവിടെ തന്നെ ഡിവിഷനും കൂടെ ഓർത്തോ. പിന്നെ ഏതാ? ക്ലാസ്, O ഓർഡർ, F ഫാമിലി, G ജീനസ്, S സ്പീഷ്യസ്. അപ്പൊ KPC ഓഫ് GS എന്ന് പറയുന്ന ഈ ഒരു അബ്രിവിയേറ്റഡ് ഫോം അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫോം ഓർത്ത് വെച്ചേക്കാം. ഇത് വെച്ചേച്ച് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ടാക്സോണമിക് ഹൈറാർക്കി എഴുതാൻ പറ്റും. എന്ന് വെച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിപ്പം വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതാൻ പറഞ്ഞാലാണ് ഈ ഒരു ഫോം. ദാറ്റ് ഈസ് KPC ഓഫ് G, K തൊട്ട് S വരെ അല്ലേ? ഇത് തിരിച്ചിട്ടാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. ക്ലിയർ അല്ലേ മക്കളെ? ഈ ഒരു ടാക്സോണമിക് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കി നമ്മൾ നോക്കിയാൽ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി എന്നറിയപ്പെടുന്നത് സ്പീഷീസും ഹയസ്റ്റ് കാറ്റഗറി എന്നറിയപ്പെടുന്നത് കിങ്ഡവുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, പ്ലാന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് ഒരു ടാക്സോണമിക് ഹൈറാർക്കി എഴുതൂ, അസെൻഡിങ് ഓർഡറിൽ എഴുതൂ എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നിങ്ങൾ ഫൈലം എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യരുത്. ഓക്കെ, അതായത് ഈ ഒരു കാറ്റഗറിയിൽ ഫൈലം ഓർ ഡിവിഷൻ എന്ന് ഞാൻ കൊടുത്തിട്ടില്ലേ? അപ്പോൾ അതിൽ ഫൈലം എന്ന വേർഡ് നമ്മൾ ആനിമൽസിൻ്റെ കേസിലും ഡിവിഷൻ എന്ന വേർഡ് നമ്മൾ പ്ലാന്റിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാന്റിൻ്റെ കേസിൽ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയാണ് നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഇങ്ങനെ എഴുതുക. അപ്പോൾ സ്പീഷ്യസ് ടു കിങ്ഡം ആണ് എഴുതേണ്ടെങ്കിൽ സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം എന്ന് എഴുതണം പ്ലാന്റിൻ്റെ കേസിൽ. അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ ആകുമ്പോൾ എങ്ങനെ വരും പ്ലാന്റിൻ്റെ കേസിൽ? കിങ്ഡം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. അതേസമയം ആനിമൽസിൻ്റെ കേസിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അസെൻഡിങ് ഓർഡർ എങ്ങനെ വരും? സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഓക്കെ, അവിടെ ഡിവിഷൻ എഴുതുന്നത്. ആനിമൽസ് കേസിൽ നമ്മൾ ഫൈലം ആണ് യൂസ് ചെയ്യുന്നത്, തിരിച്ചും അതുപോലെ കേട്ടോ. അപ്പോൾ ആനിമൽസിലാണ് നമ്മൾ ഫൈലം യൂസ് ചെയ്യുന്നത്. ഡിവിഷൻ എന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാന്റ്സിലാണെന്നുള്ളൊരു കേസും ഓർത്ത് വെച്ചിരിക്കാം. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ഏതാണ്? സ്പീഷീസ് ആണ് അല്ലേ? അപ്പൊ സ്പീഷീസുകൾ, റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകളുടെ കൂട്ടമാണ് ജീനസ്. ലോവസ്റ്റ് കാറ്റഗറി ഏതാണ്? സ്പീഷീസ് ആണ്. റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ കൂട്ടമാണ് ജീനസ്. റിലേറ്റഡ് ആയിട്ടുള്ള ജീനസിന്റെ കൂട്ടമാണ് ഫാമിലി. അതോടൊപ്പം റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയുടെ ഗ്രൂപ്പാണ് ഓർഡർ. റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സിന്റെ ഗ്രൂപ്പാണ് ക്ലാസ്. റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകളുടെ ഗ്രൂപ്പാണ് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. റിലേറ്റഡ് ആയിട്ടുള്ള ഫൈലം അല്ലെങ്കിൽ ഡിവിഷന്റെ ഗ്രൂപ്പാണ് കിങ്ഡം. ക്ലിയർ ആയേ? അപ്പോൾ ഇങ്ങനെയാണ് അത് പോണത്. അതായത് ഒരു ഗ്രഡേഷൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ക്ലിയർ അല്ലയോ ഇത്? അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കണം. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോവസ്റ്റ് കാറ്റഗറി ഏതാണ്, ഹയസ്റ്റ് കാറ്റഗറി ഏതാണെന്നുള്ള കേസും കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ടാക്സോണമിക് ഹൈറാർക്കി ആൻഡ് ടാക്സോണമിക് കാറ്റഗറീസ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം. ആസ് വി ഗോ ഹയർ ഫ്രം സ്പീഷ്യസ് ടു കിങ്ഡം, അതായത് നമ്മൾ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകും തോറും, താഴെ നിന്ന് മുകളിലേക്ക് അല്ലേ, സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകും തോറും ദ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. അതായത് സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ജീവജാലങ്ങൾക്കിടയിലുള്ള കോമൺ ആയിട്ടുള്ള സവിശേഷതകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ? സ്പീഷ്യസിലായിരിക്കും ഏറ്റവും കോമൺ ക്യാരക്ടർ ഉള്ളത്, എന്നാൽ കിങ്ഡത്തിലായിരിക്കും ഏറ്റവും കോമൺ ക്യാരക്ടർ കുറവുള്ളത്. ക്ലിയർ ആയോ? അതാ പറയുന്നത്, സ്പീഷ്യസിൽ നിന്നും കിങ്ഡത്തിലേക്ക് മൂവ് ചെയ്യും തോറും ദ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. കോമൺ ക്യാരക്ടറുകൾ കുറയുന്നു. ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അടുത്തത്, ലോവർ ദ ടാക്സ മോർ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ ദ മെമ്പേഴ്സ് വിത്തിൻ ദ ടാക്സോൺ ഷെയർ. അതായത്
ടാക്സ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ, അത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോവർ ദ ടാക്സ് കുറവാണെന്നുണ്ടെങ്കിൽ മോർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ദ മെമ്പേഴ്സ് വിത്തിൻ ദ ടാക്സോൺ, ആ ടാക്സോണിനകത്ത് വരുന്ന മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരു സ്പീഷീസ് പറയുകയാണ്, സ്പീഷീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, ഒരു ടാക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള ക്യാരക്ടേഴ്സ് എന്തായിരിക്കും ഇവിടെ, കൂടുതലായിരിക്കില്ലേ? ഓക്കെ, മനസ്സിലാവുന്നത്. സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലോട്ട് പോകും തോറും കോമൺ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരും. അതേസമയം ഒരു കാറ്റഗറി ലോവറായിട്ട് നമ്മൾ കാറ്റഗറീസ് എടുത്താൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ മെമ്പേഴ്സ്, ആ ടാക്സിക്കകത്തുള്ള മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താണ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും, കൂടുവാണ്. മോർ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹയർ ദ കാറ്റഗറി ഗ്രേറ്റർ ഈസ് ദ ഡിഫിക്കൽട്ടി ഓഫ് ഡിറ്റർമിനിങ് ദ റിലേഷൻഷിപ്പ് ടു അതർ ടാക്സ് അറ്റ് ദ സെയിം ലെവൽ. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, ഈ പറയുന്ന കാറ്റഗറി കൂടുന്നതിനനുസരിച്ച് ഇവർ തങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അതവിടെ പറയണേ, ഹയർ ദ കാറ്റഗറി ഗ്രേറ്റർ ഈസ് ദ ഡിഫിക്കൽട്ടി ഓഫ് ഡിറ്റർമിനിങ് ദ റിലേഷൻഷിപ്പ്. അല്ലേ, കാറ്റഗറിയുടെ ആ ഒരു കാറ്റഗറി കൂടുന്നതിനനുസരിച്ച് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, കുറേയധികം പാടാണ്. കാരണം ആൾക്കാരുടെ എണ്ണം കൂടുമല്ലേ. ഓക്കെ, അടുത്ത ഹെൻസ് ദ പ്രോബ്ലം ഓഫ് ക്ലാസിഫിക്കേഷൻ ബിക്കംസ് മോർ കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലങ്ങൾ അതനുസരിച്ച് കൂടിക്കൊണ്ട് വരികയാണ്, നമ്മളിങ്ങനെ നോക്കി നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ. അല്ലേ, ഈ പറയുന്ന കാറ്റഗറീസിനെ ഹൈറാർക്കിയൊക്കെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റും കൂടി ഓർത്ത് വെച്ചേക്കണം. ഇതുമായി ബന്ധപ്പെടുത്തി ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വന്നാലോ, അതുകൊണ്ട് ഇതും കൂടെ, ഈ ഒരു പോയിന്റും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, ശരി. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു NCERT ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേബിൾ പഠിക്കാനായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. ആ ടേബിൾ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിളും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കിയേ മക്കളെ, അതായത് ആദ്യം നമുക്ക് നൽകിയിരിക്കുന്നത് കോമൺ നെയിമായിട്ട് നൽകിയിരിക്കുന്നത് മാൻ, ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ മാൻ്റെ കേസിൽ ബയോളജിക്കൽ നെയിം എന്താ, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ അത്, ഹോമോ സാപ്പിയൻസ്. അതിൽ ഹോമോ എന്ന വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നത്, ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ സ്പീഷ്യസ് നെയിമാണ്, അറിയാവുന്ന കാര്യമല്ലേ. അടുത്തത് മാൻ ഉൾപ്പെടുന്ന ഫാമിലിയുടെ പേര് പഠിച്ചേക്കുക, ഹോമിനിഡേ. ഹോമിനിഡേ മറക്കരുത്, ഹോമിനിഡേ എയിൽ അവസാനിക്കുന്നുണ്ട് അല്ലേ. ഫാമിലി ആകുമ്പം ഈ പറയുന്ന പോലെ എയിൽ അവസാനിക്കും, ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഹോമിനിഡേ. അടുത്ത ഓർഡർ, മനുഷ്യൻ വരുന്ന ഓർഡർ ഏതാണ്, പ്രൈമേറ്റ. പ്രൈമേറ്റ. മനുഷ്യൻ ഉൾപ്പെടുന്ന ക്ലാസ് മമേലിയ. ക്ലാസ് ഏതാണ്, മമേലിയ. ഹ്യൂമൻ ബീങ്സ് ഉൾപ്പെടുന്നത് ഫൈലത്തിലാണോ ഡിവിഷനിലാണോ, ഓർത്ത് വെച്ചിരിക്കുക. ഹ്യൂമൻ ബീങ്സ് പറഞ്ഞാൽ ആനിമൽ ആണല്ലേ, ആനിമൽ കാറ്റഗറിയിൽ വരുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റ. ക്ലിയർ അല്ലേ. അടുത്തത് ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. ഈച്ചയുടെ ബയോളജിക്കൽ നെയിം മസ്ക ഡൊമസ്റ്റിക്ക. അവരുൾപ്പെടുന്ന ജീനസ് മസ്ക. അവരുടെ ഫാമിലി മെസ്സിഡേ. മെസ്സിഡേ ആണ് അവരുടെ ഫാമിലി. ഓർഡർ ഡിപ്റ്റിറ. ഓർഡർ എന്താണ്, ഡിപ്റ്റിറ. ക്ലാസ് ഇൻസെക്ട. അവര് ആനിമൽ കിങ്ഡത്തിലല്ലേ മക്കളെ വരിക, അതുകൊണ്ട് ഫൈലമാണ്, ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ. അടുത്തത് മാംഗോ. ഇറ്റ്സ് എ പ്ലാന്റ്. പ്ലാന്റ് ആണെന്ന് അറിയാം. അവരുടെ ബയോളജിക്കൽ നെയിം മാഞ്ചിഫെറ ഇൻഡിക്ക. അവർ ഉൾപ്പെടുന്ന ജീനസ് മാഞ്ചിഫെറ. ഫാമിലി അനാകാർഡിയേസിയേ. ഓർഡർ സാപ്പിൻഡെയിൽസ്. ക്ലാസ് ഡൈക്കോട്ടിൽഡൊണേ. ഇവർ വരുന്നത് ഫൈലത്തിലാണോ ഡിവിഷനാണോ, പ്ലാന്റ് ആയതുകൊണ്ട് ഏതേ വരൂ, ഡിവിഷനാണ്. ഡിവിഷൻ ആൻജിയോസ്പെർമി. അടുത്തത് വീറ്റ്. വീറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ബയോളജിക്കൽ നെയിം നോക്കിയേടാ മക്കളെ, ട്രിറ്റിക്കം എസ്റ്റിവം. ദെൻ ജീനസ് ട്രിറ്റിക്കം. ഫാമിലി പോയേസിയേ. പോയേസിയേ. വീറ്റിന്റെ ഓർഡർ പോയേൽസ് ആണ്. അവരുടെ ക്ലാസ് മോണോകോട്ടിലിഡനെ. പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഡിവിഷനാണ്, ഡിവിഷൻ ആൻജിയോസ്പെർമി. അപ്പോൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് നൽകിയിരിക്കുന്ന ഈ ഒരു ടേബിൾ ബൈ ഹാർട്ട് ചെയ്യുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ, കണ്ടന്റ് എന്തൊക്കെ പഠിക്കണം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേടാ. ഇത് ഈ പറയുന്ന എക്സാമിന്, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് ഇപ്പം മാർച്ചിൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് സയന്റിഫിക് നെയിം വിത്ത് 2 components ഈസ് കോൾഡ് ഡാഷ്. നിങ്ങൾ തന്നെ പറ. അതായത് എന്താണ് മക്കളെ ഇതിന്റെ അർത്ഥം എന്താ? അതായത് ഇതൊരു സിസ്റ്റമാണ്. അതായത് ഈ സിസ്റ്റത്തിൽ എന്താ ചെയ്യണത്, ഒരു സയന്റിഫിക് നെയിമിന് 2 ഭാഗമുള്ള സയന്റിഫിക് നെയിം നമ്മൾ കൊടുക്കുകയാണ്. 2 കമ്പണൻസ് ഉള്ള ഒരു സയന്റിഫിക് നെയിം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ പേര് കൊടുക്കുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക എന്നാണ് അവർ ചോദിച്ചേക്കണേ. എന്താണ് അത്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. എന്താ നമ്മൾ പഠിച്ചതാണ്, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇതിന് ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിന് ആൻസർ എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ
നോമൻക്ലേച്ചർ. ഇത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, കഴിഞ്ഞ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് നെയിം വിത്ത് 2 കമ്പണൻസ്. അതായത് പേര് കൊടുക്കുന്ന അതിന് 2 കമ്പണൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന് എന്ത് പേര് വരും? എന്താ പേര്? ഇവിടെ അതേ ആൻസർ തന്നെ. എന്താ ആൻസർ? ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ അല്ലേ, പഠിക്കണം എന്ന് മനസ്സിലായി. ബൈനോമിയൽ നോമൻക്ലേച്ചർ. ക്ലിയർ അല്ലേ? അപ്പോൾ 1 മാർക്ക് വെച്ച് നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സയന്റിഫിക് നെയിം ഓഫ് ലയൺ ഈസ് ഗിവൺ ബിലോ. താഴെ എന്താണ് ഈ പറയുന്ന ലയണിന്റെ സയന്റിഫിക് നെയിം നൽകിയിട്ടുണ്ട്. വിച്ച് വൺ ഇസ് കറക്റ്റ്ലി റിട്ടൺ? താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് കൃത്യമാർന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന സയന്റിഫിക് നെയിം? ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന പേര് പാൻതെറ ലിയോ, ലയണിന്റെ സയന്റിഫിക് നെയിം ആണ്. ഇതിൽ ഏത് ഓപ്ഷനാണ് കൃത്യമാർന്ന രീതിയിൽ സയന്റിഫിക് നെയിം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ പറയാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സയന്റിഫിക് നെയിമുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് ഈ പറഞ്ഞ ബൈനോമിയൽ നോമൻക്ലേച്ചർ റൂൾസ് പഠിച്ചതാണ്. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ റൂൾസ് പറയുമ്പോൾ അതിന് 2 പാർട്ട് വേണം. അപ്പോൾ ഈ പേരുകൾക്ക് എല്ലാവർക്കും 2 പാർട്ട് ഉണ്ടോ? ഈ പേര് ഒരുമിച്ച് എഴുതിയേക്കാം. അപ്പോൾ ബി എന്തായാലും അല്ല, ഒരുമിച്ച് എഴുതിയേക്കാം, 2 പാർട്ടില്ല. ഓക്കെ, സത്യത്തിൽ പാന്തറ ലിയോ എന്താണ് 2 പാർട്ടാണ്, അത് ഒരുമിച്ച് എഴുതിയേക്കാം. അപ്പോൾ തന്നെ പറയാം ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പോട്ടെ, ഇനി ബാക്കി എ സി ഡി. അതിൽ നിങ്ങൾ നോക്കുക, 2 പാർട്ട് വെച്ച് എല്ലാത്തിനും ഉണ്ട്. ശരി, പാന്തറ എന്ന് പറഞ്ഞ ജീനസ് നെയിം, ലിയോ എന്ന് പറയുന്ന സ്പീഷ്യസ് നെയിം. ഓക്കെ, അപ്പോൾ അത് 2 കമ്പണൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ജീനസ് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആയിരിക്കണം. ജീനസ് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആയിരിക്കണം. എ എന്ന് പറയുന്ന ഓപ്ഷൻ അതുണ്ട്. സി എന്ന് പറയുന്ന ഓപ്ഷനകത്തും ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എയും സിയും അങ്ങനെ നോക്കി. പക്ഷെ ഡിക്കകത്ത് എന്തായാലും ക്യാപിറ്റൽ ലെറ്റർ ആദ്യമില്ല. അപ്പോൾ ഡി അല്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ബിയും ഡിയും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് സംശയം വന്ന 2 ആൾക്കാർ, എയും സിയും അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇതിൻ്റെ റൂൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സയന്റിഫിക് നെയിമിൽ 2 പാർട്ടുണ്ട്, ബയോളജിക്കൽ നെയിമിൽ 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ജീനസ് നെയിം, രണ്ടാമത്തെ പാർട്ട് സ്പീഷ്യസ് നെയിം. ജീനസ് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ശരിയാണ്. സ്പീഷ്യസ് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആയിരിക്കണം, അത് എയിൽ ശരിയാണ്. എന്നാൽ സിയിൽ തെറ്റാണ് അല്ലേ? അപ്പോൾ സി തെറ്റാ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ് ആൻസർ? എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ലയണിന്റെ സയന്റിഫിക് നെയിം കൂടെ കാണാൻ പഠിച്ചോ. ലയണിന്റെ സയന്റിഫിക് നെയിം എന്താ? പാൻതെറ ലിയോ. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്ന ഓപ്ഷൻ പ്രകാരം നമുക്ക് ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുക? 1ാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, 1 മാർക്ക് കിട്ടി. അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. മസ്ക ഡൊമസ്റ്റിക്ക ഈസ് ദ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഓഫ് ഹൗസ് ഫ്ലൈ. അതായത് ഈച്ചയുടെ സയന്റിഫിക് നെയിം ആണെങ്കിൽ ബയോളജിക്കൽ നെയിം ആണ് മസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി ഇപ്പം നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? നോക്കിയടാ. ഐഡന്റിഫൈ ദ ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഹൗസ് ഫ്ലൈയുടെ കേസിലെ ജീനസ് നെയിം ഏതാണ്, സ്പീഷീസ് നെയിം ഏതാണെന്ന് എഴുതണം. എന്തുവാ പാട്? എളുപ്പമല്ലയോ? അപ്പോൾ നമുക്ക് എഴുതാം ജനറിക് നെയിം. ജനറിക് നെയിം നിങ്ങൾ തന്നെ പറഞ്ഞ ഏതാ ജനറിക് നെയിം എന്ന് പറയുന്നത്? മസ്ക. എം ക്യാപിറ്റൽ കൊടുക്കണേ, മസ്ക. അടുത്ത സ്പെസിഫിക് എപ്പിത്തറ്റ് ഏതാ? ഇതില് സ്പീഷീസ് നെയിം എഴുതാനാ ചോദിക്കുന്നേ. സ്പെസിഫിക് എപ്പിത്തറ്റ്. സ്പീഷീസ് നെയിം പറഞ്ഞ മക്കളെ ഏതാടാ? ഏതായിരുന്നു? ഡൊമസ്റ്റിക്ക അല്ലേ? ഡൊമസ്റ്റിക്ക എഴുതിയേ. ഓക്കെ, അപ്പൊ ആദ്യത്തെ 1 മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 കിട്ടി. അടുത്ത നോക്കാം. മെൻഷൻ ദ ഫൈലം ആൻഡ് ക്ലാസ് ഓഫ് മസ്ക ഡൊമസ്റ്റിക്ക. അതായത് ഈ പറയുന്ന ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ മസ്ക ഡൊമസ്റ്റിക്ക വരുന്ന ഫൈലത്തിന്റെ പേരെന്താണ്, ക്ലാസിന്റെ പേര് ഏതാണ്? ഫൈലം, അവർ വരുന്ന ഫൈലം ഏതാ? ആർത്രോപോഡയാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ. ഇവർ ഇൻസെക്ട്സ് അല്ലയോ മക്കളെ? അപ്പൊ ഇവർ വരുന്ന ക്ലാസ് ഏതാ? ഇൻസെക്ട. ക്ലാസ് ഇൻസെക്ട. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ ആൻസറും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 മാർക്ക് കിട്ടി അല്ലേ? എളുപ്പമല്ലായിരുന്നോ? അപ്പോൾ ഇത് ആ ഒരു ടേബിൾ പഠിക്കണം. ടേബിളിനകത്താണ് ഈ ഒരു ഹൗസ് ഫ്ലൈയെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് ദ ഫ്ലോയിങ്. 2 മാർക്കിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തിന്റെ ഫുൾ ഫോം എഴുതുക. ICBNന്റെ ഫുൾ ഫോം എന്താണ്? ICZNന്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ICBN എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അല്ലേ? അടുത്തത് ICZN,
International Code of Zoological Nomenclature. Zoological Nomenclature. ക്ലിയർ അല്ലയോ? ഇതല്ലയോ നമ്മൾ പഠിച്ചേ? അപ്പോൾ ICVN ഫുൾ ഫോമും പഠിക്കണം, ICZN ഫുൾ ഫോമും പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ICZN സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, നോക്കിയടാ, ഇത് 2018 ചോദിച്ച ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കിയാൽ ICZN ഫുൾ ഫോം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് കണ്ടുപിടിക്കാം. ഒന്നാമത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, അതാണോ നമ്മൾ പഠിച്ചേ? അപ്പോൾ അതല്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, അതെന്തായാലും അല്ല. അടുത്ത മൂന്നാമത്തെ നോക്കുക, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, കറക്റ്റ് ആണല്ലേ? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. നാലാമത്തത് ഇന്ത്യൻ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ അല്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടി. ഏതാണ് ആൻസർ? സി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ഗിവൻ ബിലോ ദ സയന്റിഫിക് നെയിം ഓഫ് ഫ്രോഗ്. താഴെ നൽകിയിരിക്കുന്നത് ഫ്രോഗിന്റെ സയന്റിഫിക് നെയിം ആണ് റാണ ടൈഗ്രിന. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി റിട്ടൺ നെയിം. താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് കൃത്യമാർന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന സയന്റിഫിക് നെയിം എന്ന് പറയണം. ഓക്കെ, അപ്പൊ നോക്കുക, റാണ ടൈഗ്രിന 2 പാർട്ട് ഉണ്ട്. 2 ഓപ്ഷനകത്ത് 2 പാർട്ട് തന്നിട്ടുണ്ട്. റാണ ജീനസ് നെയിം, ടൈഗ്രിന എന്ന് പറയുന്ന സ്പീഷ്യസ് നെയിം. ജീനസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം 2 ഓപ്ഷനിലും ക്യാപിറ്റൽ ലെറ്റർ ആണ്. എന്നാൽ സ്പീഷ്യസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം ആദ്യത്തെ ഓപ്ഷനിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നിരിക്കുന്നത് അതുകൊണ്ട് തെറ്റാ. സ്പീഷ്യസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം എന്തായിരിക്കണം? അവിടെ സ്മോൾ ലെറ്റർ ആയിരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഏതെടുക്കാം? ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അവിടെ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ജീനസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആണ്, സ്പീഷ്യസ് നെയിമിന്റെ ആദ്യത്തെ അക്ഷരം സ്മോൾ ആയിരിക്കണം. 2 പാർട്ടും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നിരിക്കുന്നതിൽ ഏത് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം? ബി ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് പറയാം. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റുഡന്റ് കൺസീവ്ഡ് ദ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ആസ് ഫോളോസ്. If you find any mistake in the underlying portions, correct them with appropriate words. അതായത് ഒരു സ്റ്റുഡന്റ് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ച്. അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ കുഞ്ഞ് മനസ്സിലാക്കിയ കാര്യത്തിൽ കുറച്ച് തെറ്റുണ്ട്. തെറ്റായ ഭാഗം ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ തെറ്റായ ഭാഗം എന്താണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ തിരുത്തണം. ഓക്കെ, നമുക്കത് വായിച്ചു നോക്കാം. The first word in a biological name represents species and begins with a capital letter. അത് തെറ്റാ. കുറിച്ച് മനസ്സിലാക്കി വെച്ചേക്കുന്ന കാര്യമേ തെറ്റാന്ന് മനസ്സിലായി അല്ലേ? മക്കളെ നോക്കിയടാ, ഫസ്റ്റ് വേർഡ് ബയോളജിക്കൽ നെയിമിലെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യണം എന്നാ നമ്മൾ പഠിച്ചേ? ജീനസ് നെയിമിനെ. അപ്പൊ കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, മക്കളെ സ്പീഷീസ് അല്ല, അതെന്താ? ജീനസ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം എന്താണ്? ജീനസ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഇവിടെ ജീനസ് ആണ് വരേണ്ടത്. ആൻഡ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ജീനസ് നെയിം ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ, അത് കറക്റ്റാ. അപ്പൊ ജീനസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പറയാം എന്താണ്? It begins with the capital letter. അത് ശരിയാ അല്ലേ? ക്ലിയർ ആയോ? നോക്കേടാ, the first word in a biological name represent species begins with the capital letter എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഈ സ്പീഷീസ് എന്ന് പറയുന്നത് തെറ്റാന്ന് മനസ്സിലാക്കി അത് മാറ്റി ഇപ്പൊ ജീനസ് ആക്കിയിട്ട് ബാക്കി വായിച്ചു നോക്കുമ്പോൾ അത് ശരിയല്ലേ? അപ്പൊ ഇവിടെ മാറ്റേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. The second word represents genus. Second word ജീനസിനെ ആണോടാ മക്കളെ റെപ്രസെന്റ് ചെയ്യുന്നേ? അല്ല. അപ്പൊ ഇവിടെ എന്ത് വരണം? സ്പീഷീസ്. ഇവിടെ നിങ്ങൾക്ക് സ്പീഷീസ് എന്ന് എഴുതാം. സെക്കൻഡ് വേർഡ് റെപ്രസെന്റ് സ്പീഷീസ് ആൻഡ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ. ഇത് കറക്റ്റാ. അത് ബിഗിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാ? സ്മോൾ ലെറ്റർ അല്ല. അത് ശരിയാ. അപ്പൊ ഇവിടെ തെറ്റായ ഭാഗം, പ്രധാനപ്പെട്ടായിട്ടും തെറ്റായിട്ടുള്ള ഭാഗം 2 എണ്ണമാണ് നമ്മൾ തിരുത്തി. അര വെച്ച് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആയോ ഇത്? ഓക്കെ. അപ്പൊ ഇതും തെറ്റാണെന്ന് പറഞ്ഞിരിക്കരുത്. അണ്ടർലൈൻ ചെയ്ത് തന്നെ ഈ ഭാഗം തെറ്റാണെന്ന് പറഞ്ഞ് അത് മാറ്റാൻ നിൽക്കരുത് കേട്ടോ. അത് ആക്ച്വലി ഇത് നമ്മൾ ശരിയാക്കി വരുമ്പോൾ അത് കറക്റ്റായി വരുന്നുണ്ട്. അപ്പൊ ഇത് തിരുത്താൻ നിൽക്കരുത്. ഇതാണ് ഇവിടെ തിരുത്തേണ്ടി വരുന്നത്. ചിലപ്പോൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ശരിയായിട്ട് വരുന്നത്, ഇവിടെ ആയിരിക്കും തിരുത്ത് വരുന്നത്. അത് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും, ഡിപ്പെൻസ്. ഓക്കെ, അപ്പൊ നിങ്ങളത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the first 2 words and suggest a suitable word for the fourth place. ആദ്യത്തെ 2 വേർഡുകൾ നോക്കിയിട്ട് ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് അടുത്ത വേർഡിന്റെ 4ാമത്തെ ഒരു മിസ്സിംഗ് പ്ലേസ് അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നോക്കിയടാ മക്കളെ, ഹോമോസാപ്പിയൻസ് മാൻ, അതായത് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സയന്റിഫിക് നെയിം ആണെന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യം. അങ്ങനെയാണെങ്കിൽ മസ്കാ ഡൊമസ്റ്റിക്ക ആരുടെ സയന്റിഫിക് നെയിം ആണ് എന്നായിരിക്കും ആ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പൊ അതായത് നമ്മൾ റിലേഷൻഷിപ്പ് നോക്കിയേച്ച് വേണം, മുകളിലുള്ളതിന്റെ റിലേഷൻഷിപ്പ് നോക്കിയേച്ച് വേണം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ളത് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഹോമോസാപ്പിയൻസ് മാൻ ആണെങ്കിൽ മസ്കാ ഡൊമസ്റ്റിക്ക ആരാ? മസ്കാ ഡൊമസ്റ്റിക്ക എന്തിന്റെ സയന്റിഫിക് നെയിമാ? ഹൗസ് ഫ്ലൈ. പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ എന്താ ആൻസർ? ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ ഇതൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ? അപ്പോൾ ഹൗസ് ഫ്ലൈ കണ്ടുപിടിച്ചു, നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് സ്യൂട്ടബിൾ ടേംസ്.
അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അത് എന്ത് ചെയ്യണം, നമ്മൾ പൂരിപ്പിക്കണം അല്ലേ, ഫില്ല് ചെയ്യണം. ഇതെല്ലാം ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത് മൊത്തം അല്ലേ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, കൂടുതലും ഹ്യൂമൻ ബീങ്സ് ആണ് നമുക്ക് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്ന് പറഞ്ഞ് ഇനി അത് തന്നെ വരണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും നോക്കിക്കോ, അത് ആ ടേബിൾ ലാസ്റ്റ് പഠിപ്പിച്ചൊരു ടേബിൾ ഇല്ലയോ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ നോക്കിയടാ, മാൻ വരുന്ന ജീനസ് ഏതാ മക്കളെ? മാൻ്റെ സയന്റിഫിക് നെയിം അറിയണം, എങ്കിലേ ജീനസ് എന്തുവാന്ന് എഴുതാൻ പറ്റും. മാൻ്റെ സയന്റിഫിക് നെയിം എന്തുവാ? ഹോമോ സാപ്പിയൻസ് ആണ് അല്ലേ. അപ്പോൾ ജീനസ് നെയിം എന്താ? ഹോമോ. ജീനസ് നെയിം ഹോമോ. സ്പീഷീസ് നെയിം എന്താ? സാപ്പിയൻസ്. ക്ലാസ് മമേലിയ. നമ്മൾ വരുന്ന ഫൈലം ഏതാ മക്കളെ? നമ്മൾ വരുന്ന ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റ. ഓക്കെ, അപ്പോൾ ആ ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്തു, നമുക്ക് ആ ഒരു മാർക്കും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, അലൈൻ ദ ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. താഴെ നൽകിയിരിക്കുന്ന ടാക്സോണമിക് കാറ്റഗറീസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പഠിപ്പിച്ചു തന്നില്ലേ, അപ്പോൾ ആ കോഡ് ആദ്യം അങ്ങ് എഴുതാം. KPCOGS, ഇതാണ് നമുക്കറിയാവുന്ന കോഡ്. നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതണമെന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട്, അതായത് സ്പീഷീസിൽ നിന്ന് എങ്ങോട്ടേക്ക് എഴുതണം? കിങ്ഡത്തിലേക്കാണ് എഴുതേണ്ടത്. അതായത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലല്ലേ എഴുതണ്ടേ? ആദ്യം ഏത് എഴുതണം? സ്പീഷീസ് എഴുതണം അല്ലേ. സ്പീഷീസ്. ഓക്കെ, അത് കഴിഞ്ഞേച്ച് ഇനി ആരാ വരിക? ജീനസ് എഴുതാം. ജീനസ് എഴുതുന്നു. ഇനി അടുത്തത് നമുക്ക് എഴുതാനുള്ളത് ആരാണ്? ഫാമിലി അല്ലേ, ഫാമിലി. ഇനി ആരെഴുതാം ഓപ്ഷനിൽ നിന്ന്? ഫാമിലി കഴിഞ്ഞ് നമുക്ക് ആരെടുക്കാം? ഓർഡർ എടുക്കാം. ഓർഡർ, ഫാമിലി, ഓർഡർ. പിന്നെ ആരാ? പിന്നെ എഴുതാൻ പറ്റുന്നത് ക്ലാസ് ഉണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? ഫൈലം അല്ലേ. ക്ലാസ് കഴിഞ്ഞ പിന്നെ വരുന്നത് ഫൈലം. പിന്നെ ഏറ്റവും അവസാനം ഏതാണ്? കിങ്ഡം. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി, നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അസെൻഡിങ് ഓർഡറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. സ്പീഷീസ് ടു കിങ്ഡം എന്ന രീതിയിൽ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. Which among the following represents the correct sequence? താഴെ തന്നിരിക്കുന്നവയിൽ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ടാക്സോണമിക് ഹൈറാർക്കി കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കിങ്ഡം ടു സ്പീഷീസ് എന്നുള്ള രീതിയിലാണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് മാത്രം ചിന്തിച്ചാൽ മതി? KPCOGS എന്ന് പറയുന്ന ഓർഡർ ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫൈലം, ജീനസ്, സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഒരു ഓർഡറിലാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒരു ആൻസർ. അപ്പൊ ആദ്യ കേസിൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ജീനസ്, ഫാമിലി എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ അത് തെറ്റാ. ഫാമിലി ജീനസ് ആയിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, കിങ്ഡം, ഫൈലം, ക്ലാസ് ഉണ്ടോ? ഇല്ല, അപ്പൊ അത് തെറ്റാ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. KPCOGS കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഏത് ഓപ്ഷൻ കിട്ടി? മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നാലാമത്തെ ഓപ്ഷൻ എന്തായാലും തെറ്റാ, കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അപ്പൊ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് മക്കളെ? മൂന്നാമത്തതാണ്, സി ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. താഴെ തന്നിരിക്കുന്ന ടാക്സോണമിക് കാറ്റഗറികളെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസിൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് അത് മാത്രമായിരിക്കുകയല്ല ചോദിക്കുന്നത്, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അതായത് നമ്മൾ ആ ഒരു ടേബിൾ പഠിച്ച ഓർമ്മയുണ്ടോ? അതായത് ആ ടേബിളിനകത്ത് എന്താണ് ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്, ഹ്യൂമൻ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ടേബിൾ പഠിച്ചിരുന്നു, പല ടാക്സോണമിക് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ ടേബിളിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മക്കളെ നിങ്ങൾ നോക്കുക, ഇത് ഓരോന്നും എന്താണെന്ന് ആദ്യം നമുക്ക് എഴുതാം. സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന ഹോമോ സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച്. സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്പീഷീസാ. അപ്പൊ തന്നിരിക്കുന്നത് സ്പീഷീസ് ഉണ്ട്. ഹോമിനിയുടെ എയിൽ അവസാനിച്ച നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അത് ഫാമിലിയാണ്. അപ്പൊ തന്നിരിക്കുന്നത് ഫാമിലിയാണ്. ഹോമോ എന്ന് പറയുമ്പോൾ എന്താ? ജീനസ് നെയിം ആണ്. ഹ്യൂമൻ ബീങ്ങിന്റെ ജീനസ് നെയിം ആണ്. അപ്പൊ ജീനസ് ആണ്. മമേലിയ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, അതേതാണ്? ക്ലാസ് ആണ്. ക്ലാസ് മമേലിയ. പ്രൈമേറ്റ ഓർഡർ ആണ്. ഓർഡർ പ്രൈമേറ്റ. ഫൈലം ആണ് കോർഡേറ്റ. ഫൈലം കോർഡേറ്റ. ഇനി ഇത് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇതിനെ കറക്റ്റ് സീക്വൻസ് ആക്കി അറേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്കത് സ്പീഷീസ് ടു കിങ്ഡം എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം. ഇവിടെ കിങ്ഡം ഇല്ല, അപ്പൊ സ്പീഷീസ് ടു ഫൈലം വരെ ഉള്ള രീതിയിൽ എഴുതാം. അപ്പൊ ആദ്യം ഏതെഴുതും?
ആദ്യം നമുക്ക് സ്പീഷ്യസ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഞാനിതൊന്ന് വേറൊരു കളറിൽ കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇതൊന്ന്, അടുത്തത് സ്പീഷ്യസ് കഴിഞ്ഞ് ജീനസ് 2 അല്ലേ? പിന്നെ ഏതാ കൊടുക്കുക? KPC ഓഫ് GS. അപ്പൊ ഫാമിലി വരണം അല്ലേ? അപ്പൊ ഫാമിലി ഉള്ളതാണ് എവിടെയാണ്? 3. പിന്നെ ഏതാ എഴുതാം? അടുത്തത് ഓർഡർ എടുക്കാം 4. പിന്നെ ഏതാ എഴുതുക? 5 ക്ലാസ്, പിന്നെ 6 ഫൈലം. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടുന്ന ഓർഡർ. ഇതിനെ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാം. നമുക്ക് സ്പീഷ്യസ് ടു ഫൈലം എന്ന രീതിയിൽ നമുക്ക് എഴുതാം. എഴുതിയാലോ മക്കളെ? ആൻസർ ഇപ്പൊ ഇത് വരും. സ്പീഷീസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത ഏത് എഴുതാം? ജീനസ് എഴുതാം. ജീനസ് എന്ന് എഴുതുന്നു. അത് കഴിഞ്ഞ് ആര് വരും? അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് ഫാമിലി കൊടുക്കണു. ഫാമിലി. അത് കഴിഞ്ഞ് ആര് വരുന്നു? ഓർഡർ അല്ലേ? അത് കഴിഞ്ഞ് ആര് വരുന്നു? ക്ലാസ്. അത് കഴിഞ്ഞ് ആര് വരുന്നു? ഫൈൽ. ഇങ്ങനെയാണേ. അപ്പൊ നമുക്ക് നമ്മുടെ എന്താണ് ഇങ്ങനെ എഴുതുന്നതിനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് അതിന് എന്ത് എഴുതണം? ഹ്യൂമൻ ബീങ്സിന്റെ ടാക്സോണമിക് കാറ്റഗറീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പേരുകൾ വെച്ച് വേണം എഴുതാൻ. അപ്പൊ സ്പീഷ്യസ് ഏതാടാ? സാപ്പിയൻസ്. ആൻസർ ഞാൻ ഇനി എഴുതുന്നതാണ്. സാപ്പിയൻസ്. അടുത്ത ഏതാ? ജീനസ് ഏതാ എഴുതാം? ഹോമോ. അടുത്ത ഫാമിലി ഏതാണ്? ഹോമിനിഡേ. ഓർഡർ ഏതാണ്? ഓർഡർ പ്രൈമേറ്റാ. ക്ലാസ് മമേലിയ. ഫൈലം കോർഡേറ്റ. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനാണ് കേട്ടോ മാർക്ക്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആ ഒരു ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഓരോന്നും കൃത്യമായിരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ അറിയണം. എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വളരെ പെട്ടെന്ന് തന്നെ ബ്രീഫായിട്ട് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെല്ല ക്ലാസ്സസിന്റെ ഓണം സൂപ്പർ ചാർജ് എന്ന് പറയുന്ന സീരീസിലെ ഫസ്റ്റ് സുവോളജി ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കഴിഞ്ഞത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.